നമസ്കാരം. സംസ്ഥാന പോലീസ് തലപ്പത്ത് ഡിജിപി പദവിക്കായി വൻ അണിയറ നീക്കങ്ങൾ നടക്കുകയാണ്. സസ്പെൻഷനിലായ എം.ആർ. അജിത് കുമാറിന്റെ എല്ലാ വഴികളും അടച്ച് നിലവിലെ ജയിൽ മേധാവി എസ് ശ്രീജിത്തിനെ പുതിയ ഡിജിപിയാക്കാനുള്ള നിർണായക ശുപാർശ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുന്ന ഒഴിവിലേക്കാണ് പുതിയ ഡിജിപി നിയമനം നടക്കാനായി പോകുന്നത്. അക്കസേരയിൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്താൻ അജിത് കുമാർ ട്രിബ്യൂണലിലും കോടതിയിലും കയറിയിറങ്ങിയെങ്കിലും സർക്കാരും നിയമവും അയാൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയായിരുന്നു. ഇതോടെയാണ് തൊട്ടടുത്ത മുതിർന്ന ഉദ്യോഗസ്ഥനായ എസ് ശ്രീജിത്തിലേക്ക് സർക്കാർ വഴിതിരിഞ്ഞത്. ഫയർഫോഴ്സ് മേധാവിയുടെ ഒഴിവ് വരുമ്പോൾ തൊട്ടടുത്ത എഡിജിപിക്കാണ് പ്രൊമോഷൻ ലഭിക്കേണ്ടത്. മുൻഗണനാ പട്ടികയിൽ അടുത്ത മുതിർന്ന ഉദ്യോഗസ്ഥൻ സുരേഷ് രാജ് പുരോഹിത് ആണെങ്കിലും അദ്ദേഹം നിലവിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അത് കഴിഞ്ഞാൽ ഡിജിപി പദവിക്ക് അർഹതയുണ്ടായിരുന്നത് എം.ആർ. അജിത് കുമാറിനായിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ അജിത് കുമാറിന് ഡിജിപി ആക്കാൻ കഴിയില്ല. തനിക്ക് താഴെയുള്ളവർക്ക് പ്രൊമോഷൻ കിട്ടുന്നത് തടയാൻ അജിത് കുമാർ അടിയന്തര സ്റ്റേ അപേക്ഷയുമായി ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും അത് തള്ളുകയും ഹർജി അടുത്ത മാസത്തേക്ക് മാറ്റുകയും ചെയ്തു. സമയമെടുക്കുമെന്ന് ഉറപ്പായതോടെയാണ് അജിത് കുമാറിനെ മറികടന്ന് അടുത്ത ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ നൽകാൻ സർക്കാർ നിർബന്ധിതരായത്. അജിത് കുമാറിന് പകരം ഡിജിപി കസേരയിലേക്ക് പരിഗണിക്കപ്പെടുന്ന എസ് ശ്രീജിത്ത് കേരള പോലീസിലെ സുപ്രധാന തസ്തികകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. നിലവിൽ സംസ്ഥാന ജയിൽ മേധാവിയായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. ക്രൈംബ്രാഞ്ച് മേധാവി, ട്രാഫിക് എഡിജിപി, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. നടൻ ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിലെയും ചുമതല ശ്രീജിത്തിനായിരുന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ രൂപീകരണത്തിലും അത് വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് തല കമ്മിറ്റിയിൽ ചേർന്ന മുൻഗണനാ പട്ടികയിലെ ശുപാർശ ഫയലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സജീവ പരിഗണനയിലുള്ളത്. തനിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥരായ എസ് ശ്രീജിത്തിനെ ഉൾപ്പെടെയുള്ളവർ ഡിജിപി റാങ്കിലേക്ക് ഉയർത്തപ്പെടുന്നത് തടയാനായിരുന്നു അജിത് കുമാറിന്റെ അവസാന നീക്കം. അജിത് കുമാർ ഡിജിപി ആകാൻ അല്പം പോലും യോഗ്യനല്ല എന്ന് സർക്കാർ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിലപാടെടുത്തു. സസ്പെൻഷൻ നടപടി പ്രാബല്യത്തിലുള്ളതുകൊണ്ട് തന്നെ സർക്കാരിന് അജിത് കുമാറിനെ മറികടന്ന് ശ്രീജിത്തിന് പ്രൊമോഷൻ നൽകാൻ യാതൊരുവിധ നിയമ തടസ്സവുമില്ല. കേസ് അട്ടിമറിക്കാനും അധികാര ദുർവിനിയോഗം നടത്താനും തുനിഞ്ഞ അജിത് കുമാറിന് സ്വന്തം പ്രവൃത്തികൾ കാരണം തന്നെ ഡിജിപി കസേര നഷ്ടമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് തലപ്പത്തെ ഈ പ്രൊമോഷൻ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴി തുറക്കുക. നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുന്നതോടെ ഒഴിഞ്ഞുകിടക്കുന്ന ഡിജിപി പദവിയിലേക്ക് എസ് ശ്രീജിത്ത് എത്തും. മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിടുന്നതോടെ ഔദ്യോഗിക ഉത്തരവ് ഉടൻ തന്നെ പുറത്തുമിറങ്ങും. തനിക്ക് താഴെയുള്ളവരുടെ പ്രൊമോഷൻ തടയാൻ നോക്കിയ അജിത് കുമാറിന് സ്വന്തം ജൂനിയർമാർ ഡിജിപി ആയി തന്നെ മുകളിൽ ഇരുന്ന് ഭരിക്കുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേടാണ് ഉണ്ടാകുന്നത്. കേസ് അട്ടിമറികളും തട്ടിപ്പുകളും നടത്തി സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കുന്ന എം.ആർ. അജിത് കുമാറിന് 8ന്റെ പണി നൽകിക്കൊണ്ട് സർക്കാർ എസ് ശ്രീജിത്തിനെ പുതിയ ഡിജിപി ആകാനായി ഒരുങ്ങുകയാണ്. ജൂനിയർ ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ തടയാൻ കോടതികളിൽ ഓടി നടന്ന അജിത് കുമാറിന് നിയമ സംവിധാനവും സർക്കാരും നൽകിയ കനത്ത തിരിച്ചടി കൂടിയാണിത്. അധികാര ദുർവിനിയോഗം നടത്തുന്നവർ എത്ര ഉന്നതരായാലും ഒടുവിൽ കസേരയും പോയി നാണം കെട്ടി നിൽക്കേണ്ടി വരുമെന്നതിന് തെളിവാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ.